रवे नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने आचार्यपादतीर्थाय केरलदेशोद्धारिणे मदन गोपालदासाय परम लक्ष्यप्रदायिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंदा। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഗോലോകം ഗുരുകുലം ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം സ്വാഗതം. നമ്മുടെ ദേവിക മോള് പ്രാർത്ഥന പറഞ്ഞു, വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ ഈ ആഴ്ച ഡിസ്കസ് ചെയ്യാനായിട്ട്? ഉണ്ടെങ്കിൽ പറയൂ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഡിസ്കസ് ചെയ്യാൻ? ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്നുമില്ലെങ്കിൽ ഇന്ന് ഷോർട്ട് വീഡിയോസ് ആരെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഗ്രൂപ്പ് ഷോർട്ട് വീഡിയോസ്? ആരുമില്ല. ഓക്കെ, നമുക്ക് ഇന്ന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്ന് നമ്മൾ ഗീതാ ചക്രവ്യൂഹം ക്ലാസ് ആണ് എടുക്കുന്നത്. അതായത് ഗുരു മഹാരാജിന്റെ ബുക്ക് ബേസ് ചെയ്താണ് ഗീതാ ചക്രവ്യൂഹം ജീവിത വിജയത്തിനായി ഒരു വഴികാട്ടി എന്ന ബുക്ക്. അത് മുമ്പ് പല ക്ലാസ്സിലും പറഞ്ഞ പോലെ ഭഗവത്ഗീതയുടെ ബേസിക് പ്രിൻസിപ്പിൾ ഉൾപ്പെടുത്തി ഉള്ള ഒരു ബുക്കാണ് ഗീതാ ചക്രവ്യൂഹം എന്ന് പറയുന്നത്. അതുവഴി എങ്ങനെ നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസും നമ്മുടെ സ്റ്റഡീസും കാരിയറും ഫാമിലി ലൈഫും എല്ലാം എങ്ങനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. അതായത് ഡയറക്റ്റ്ലി നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നല്ല പറയുന്നത്, ഭഗവത്ഗീതയുടെ തത്വങ്ങൾ നമ്മളെ മനസ്സിലാക്കി അതുവഴി എങ്ങനെ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താം എന്ന ബേസിക് പ്രിൻസിപ്പിൾസ് എല്ലാം പഠിപ്പിച്ചു തരുന്ന ബുക്കാണ് ഗീതാ ചക്രവ്യൂഹം എന്ന് പറയുന്നത്. ഗീതാ ചക്രവ്യൂഹം മീൻസ് നമുക്കെല്ലാം അറിയാം. ഇത് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഷോർട്ടായിട്ട് ഒരു സമ്മറി ആയിട്ട് വീണ്ടും പറയുന്നു. ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ എല്ലാം ജീവിതത്തിന്റെ ആ വ്യൂഹത്തിൽ പെട്ട് കിടക്കുകയാണ്. അതെങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? കലിയുഗ ധർമ്മത്തിൽ എല്ലാവരും വളരെ പതിതാത്മാക്കളാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു മാർഗവും ഇല്ല കലിയുഗ ധർമ്മത്തിൽ. പക്ഷേ ഭഗവത്ഗീതയുടെ പ്രിൻസിപ്പിൾസ് നമുക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാനുള്ള മാർഗം ഉണ്ടാകും. സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ ആ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു വരാമെന്നുള്ളത്. അതിനുവേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെല്ലാം പല സ്കൂളുകളിലും കോളേജസിലും ഒക്കെ ഗീത പഠിപ്പിക്കുന്നുണ്ട്, ശ്ലോകങ്ങൾ പഠിപ്പിക്കും അല്ലെ. കുട്ടികളൊക്കെ ബൈഹാർട്ടായിട്ട് നന്നായിട്ട് പഠിക്കും ശ്ലോകം. ഈവൻ വലിയവരും ശ്ലോകങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ മീനിങ് ഒരുപക്ഷെ അറിഞ്ഞിരിക്കും, പക്ഷെ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണെന്ന് ആർക്കും അറിയില്ല എന്ന് തന്നെ പറയാം അല്ലെ. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് നമ്മളിപ്പോൾ പഠിക്കേണ്ടത്. ഗീത പഠിക്കണം, അത് ഇമ്പോർട്ടൻറ്റ്. അറ്റ് ദി സെയിം ടൈം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും വളരെ നന്നായിട്ട് പഠിക്കണം. അതെങ്ങനെ പഠിക്കാം? നമുക്ക് യൂട്യൂബിൽ നോക്കാം. അങ്ങനെയാണോ പഠിക്കേണ്ടത്? ഫേസ്ബുക്കിൽ നോക്കാം, സിനിമകൾ കാണുക, സീരിയൽ കാണുക, ഇങ്ങനെയൊക്കെയാണോ ഭഗവത്ഗീത പഠിക്കേണ്ടത്? അങ്ങനെ പഠിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശരിയായ ഒരു ശാസ്ത്രീയമായ ഒരു അറിവ് കിട്ടാതെ പോകുന്നത്. അപ്പം നമുക്കും ഇപ്പം എൻ്റെ ജനറേഷനും അതിനു മുമ്പുള്ള ജനറേഷനും ആയാലും പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളെല്ലാം എന്തൊക്കെയോ കുറച്ചൊക്കെ കേൾക്കുന്നുണ്ട് സീരിയൽ വഴി, സിനിമ വഴിയും, പിന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ് വഴിയൊക്കെ. പക്ഷെ അതൊന്നും ഒരു ശാസ്ത്രീയമായി വരുന്നതല്ല, ഒരു ഗുരു പരമ്പരയിൽ നിന്ന് വരുന്നതല്ല. ശരിക്കും ശാസ്ത്രീയമായി ഭഗവത്ഗീതയുടെ അറിവുകൾ നമുക്ക് നേടണമെങ്കിൽ ഒരു ഗുരു പരമ്പരയിലൂടെ വന്ന ഒരു ഗുരുവിൽ നിന്ന് മനസ്സിലാക്കണം. അതാണ് യഥാർത്ഥമായ ശാസ്ത്രം. നമുക്ക് ആ ഗീതയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പല ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ഗ്രന്ഥമല്ല, അതൊരു യൂണിവേഴ്സൽ ഒരു ഗ്രന്ഥമാണ്. അതായത് എല്ലാവർക്കും, ഒരു മനുഷ്യനായി പിറന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ധാർമ്മികപരമായി ജീവിക്കേണ്ടത് എങ്ങനെയാണ്,
എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ക്രിസ്ത്യൻസിന്റെയോ മുസ്ലിംസിന്റെയോ ഹിന്ദുക്കളുടെ അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെ ഫോളോ ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അത് ഒരു യൂണിവേഴ്സൽ ഗ്രന്ഥമാണ്. എന്താണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്? ഭഗവത്ഗീത ഒരു ധർമ്മ ഗ്രന്ഥമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും പറയാമോ? ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് ഭഗവത്ഗീത. ധർമ്മ മീൻസ് എന്താണ്? പറയുന്നവർക്ക് കുട്ടികൾക്ക് വീഡിയോ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഓഡിയോ ഇട്ടും പറയാം. വെയിറ്റ് ചെയ്യണ്ട, പെട്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. ആർക്ക് വേണോ പറയാം. ധർമ്മം എന്താണ്? സീനിയേഴ്സ് പറഞ്ഞോളൂ. കൃഷ്ണ പറഞ്ഞോളൂ. ആ അനഘ പറഞ്ഞോളൂ. ഹരേഷ്ണ മാതാജി നമ്മുടെ ഡ്യൂട്ടീസും. എന്താണ് ഡ്യൂട്ടി? ഭഗവാനെ സേവിക്കുക. അതെ. ഇപ്പം നമ്മള് ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? നമ്മള് ഒരു ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു അല്ലെ? കമ്പനിയിൽ ജോലി ചെയ്യുമ്പം ഒരു റൂൾസ് കാണും സ്ട്രിക്റ്റ് ആയിട്ട്, എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന്. അതുപോലെ ഒരു കൺട്രിയിലെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഡിപ്പെൻസ് ഏത് കൺട്രി ആണെന്നുള്ള, ചിലയിടത്ത് പ്രസിഡന്റ് ആയിരിക്കും, യുഎസിലൊക്കെ പ്രസിഡന്റ് ആണ്, ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ ആണ്. അങ്ങനെ ഓരോ കൺട്രി അനുസരിച്ച് ഇരിക്കും. ടോപ്പ് മോസ്റ്റ് ആരാണ് ഇരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കീഴിൽ പല 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 സെക്ഷൻസ് കാണും അല്ലെ? അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇങ്ങനെ താഴെ വരുമ്പോൾ ആയാലും, ഈവൻ ഓഫീസുകളിലായാലും എല്ലാത്തിലും നമ്മൾ ലോസ് ഫോളോ ചെയ്യണം അല്ലെ? നിയമങ്ങൾ ഫോളോ ചെയ്യണം. അത് ഇല്ലെങ്കിൽ കുറ്റകരമാണ് അത്. അപ്പോൾ നമ്മൾ ധർമ്മം എന്തെന്ന് വെച്ചാൽ, ഒരു മനുഷ്യനായി ജന്മം എടുക്കുന്നത് ഏറ്റവും ഉയർന്ന ഒരു ജന്മമാണ് മനുഷ്യൻ ജന്മം കിട്ടുന്നതിന്റെ ഭഗവാൻ മനുഷ്യജന്മം തരുന്നതിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ എന്താണ് ധർമ്മം, ഭഗവാന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ ചെയ്ത് തിരിച്ച് ഭഗവാന്റെ പാദത്തിൽ ചെന്ന് ചേരുക. ഭഗവാന്റെ മക്കളാണ് നമ്മളെല്ലാം, കുട്ടികളാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ധാർമ്മികപരമായി ജീവിക്കേണ്ടത്? ധർമ്മത്തിൽ ഉറച്ച് ഈ മനുഷ്യജന്മം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാനിൽ എത്തിച്ചേരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതാണ് ധർമ്മം. അപ്പോൾ ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീതയിൽ നമുക്കറിയാം, ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഭഗവാൻ അർജുനനോട് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് അല്ലേ? മഹാഭാരത യുദ്ധത്തിൽ, മഹാഭാരതത്തെക്കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ ബേസിക് ആയിട്ട് പറഞ്ഞു. അപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അർജുനൻ യുദ്ധക്കളത്തിൽ ആചാര്യന്മാരെയും എല്ലാവരെയും ബന്ധുമിത്രാദികളൊക്കെ കണ്ട് എനിക്കിനി യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തളർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഭഗവത്ഗീത. പക്ഷെ ഭഗവാൻ അർജുനനാണ് പറഞ്ഞു കൊടുക്കുന്നെങ്കിലും അത് അർജുനനോടല്ല ശരി, അർജുനന് മാത്രമല്ല, മനുഷ്യനായി ജന്മമെടുത്ത ഓരോ വ്യക്തികളും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അത് സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലാണ് അർജുനൻ വീണ്ടും 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 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും. എന്ന് വെച്ചാൽ നമ്മളെ പോലെ ഉള്ള പതിതാത്മാക്കൾക്ക് മനസ്സിലാവണമെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. അത് വളരെ പല പല രീതിയിൽ ഭഗവാൻ 18 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭഗവാൻ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 അങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ ഗീത ഒരു ശ്ലോകമായിട്ട് പാട്ടിലൂടെ ആണ് ഭഗവത്ഗീത, ഭഗവാന്റെ ഗീത പാട്ട്, അതാണ് ഭഗവത്ഗീത ആണ് പറഞ്ഞു നൽകിയിരിക്കുന്നത്. നമുക്കെല്ലാം ആ മനുഷ്യ ജന്മം എടുത്തിട്ട് അങ്ങനെ തിരികെ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിന് ഭഗവത്ഗീതയെ കുറിച്ച് പഠിക്കണമെങ്കിൽ മഹാഭാരതം കുറച്ച് ബേസിക്സ് അറിഞ്ഞിരിക്കണം അല്ലെ? മഹാഭാരതത്തില് ആർക്കെങ്കിലും ഒന്ന് സമ്മറി പറയാമോ? ജസ്റ്റ് നമ്മൾ പഠിപ്പിച്ച അത്രയും ബേസിക്സ് കുറച്ച് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരാൾക്കോ രണ്ടാൾക്കോ ചേർന്ന് പറയാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ മതി. മഹാഭാരതം വൈഷ്ണവി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ മാതാജി. രേഷ്ണു മഹാഭാരതത്തിന്റെ എന്താണ് പറയേണ്ടത് അതിലെ? മഹാഭാരതം ബേസിക്സ്, കൗരവര് ആരാണ്, പാണ്ഡവർ ആരാണ്, എന്തുകൊണ്ടാണ്, ജസ്റ്റ് തുടങ്ങിക്കോളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പറയാം. യുദ്ധം, ഗീതോപദേശം ഉണ്ടാവാനുള്ള റീസൺ, കാരണം ജസ്റ്റ് ബ്രീഫ്ലി പറഞ്ഞോളൂ.
മഹാഭാരതത്തിലുള്ള പാണ്ഡവരും കൗരവരും എന്ന് പറയുന്നത് കൗരവർ ധൃതരാഷ്ട്രരുടെ മക്കളാണ്. പാണ്ഡവര് പാണ്ഡുവിന്റെ മക്കള്. കൗരവര് അവര് 100 പേരുണ്ട്, പാണ്ഡവര് 5 പേരും. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോ അതില് പാണ്ഡവരെന്ന് പറഞ്ഞാല് അവര് വളരെയധികം ധർമ്മിഷ്ഠരാണ്. അവര് ഭഗവാൻ പറയുന്നത് പോലെ തന്നെയാണ് ജീവിക്കുന്നത്. അവർ ഒരിക്കലും അധർമ്മം ചെയ്യാറില്ല. അവരെ അതുപോലെയാണ് കുന്തിദേവി വളർത്തിയത്. അതില് നകുലനും സഹദേവനും കുന്തിദേവിയുടെ മക്കളല്ല, മാദ്രിയുടെ മക്കളാണ്. പക്ഷെ എന്നാലും അവരെയും സ്വന്തം മക്കളെക്കാളും സ്നേഹിച്ചിട്ടാണ് കുന്തിദേവി വളർത്തിയത്. അവർക്ക് എല്ലാത്തരം സാഹചര്യത്തിലും എങ്ങനെ ജീവിക്കാം എന്നുള്ളത് കുന്തിദേവി പഠിപ്പിച്ചു കൊടുത്തിരുന്നു. പക്ഷെ അതേസമയം ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കൗരവർ, അതായത് ദുര്യോധനൻ തുടങ്ങിയ മക്കളെ അവരെ വളർത്തിയത് എന്താ പറയാ, അവർക്ക് എല്ലാ കംഫേർട്സും ഒക്കെ കൊടുത്തിട്ട് തപസ്യ ചെയ്യാനുള്ള ആ ഒരു അവസരമൊന്നും നൽകിയില്ല. അവർക്ക് കൂടുതലും സ്വാർത്ഥതയിലും നിങ്ങൾക്കാണ് അധികാരം വരേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദുര്യോധനനാണ് രാജാവാകേണ്ടത് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ നിറച്ച് അങ്ങനെയാണ് വളർത്തിയത്. അപ്പോ ദുര്യോധനനും കൂട്ടരും അവരെല്ലാവരും വളരെയധികം സ്വാർത്ഥരും അധർമ്മികളും അഹങ്കാരികളും ഒക്കെ ആയിരുന്നു. പക്ഷെ പാണ്ഡവർ അവർ ധർമ്മത്തിലും നിസ്വാർത്ഥതയിലും ഭക്തിയിലും ഒക്കെയാണ് ജീവിച്ചത്. അപ്പോ പാണ്ഡവർക്ക് അർഹതപ്പെട്ട രാജ്യം കൗരവരെ തട്ടിയെടുത്തു. അവർക്ക് ഒന്നിനും കൊള്ളാത്ത ഒരു ഖാണ്ഡവ വനമാണ് കൊടുത്തത്. അത് പക്ഷെ ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യത്താല് അവർക്ക് അവിടെ നല്ലൊരു ഇന്ദ്രപ്രസ്ഥം പണിയാൻ സാധിച്ചു. നല്ല ഒരു സ്വർഗത്തെക്കാളും എല്ലാം വളരെ ഭംഗിയുള്ള ഒരുപാട് എന്താ പറയാ, ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ഭവനം അവർക്ക് അവിടെ നിർമ്മിക്കാൻ പറ്റി. പക്ഷെ പ്രജകൾക്കെല്ലാം കൗരവരെക്കാളും ഇഷ്ടം പാണ്ഡവരോടായിരുന്നു. കാരണം അവരായിരുന്നു നന്മയുള്ള വ്യക്തികൾ. അതുകൊണ്ട് പാണ്ഡവരോടായിരുന്നു പ്രജകൾക്കെല്ലാം ഇഷ്ടം ഉണ്ടായിരുന്നത്. അപ്പോ അതും കൂടെ ആയപ്പോ ദുര്യോധനൊക്കെ കൂടുതൽ അസൂയ വരാൻ തുടങ്ങി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു, അസൂയ എന്ന് പറഞ്ഞാല് ഒരു അർഹതപ്പെട്ട വ്യക്തിക്ക് അർഹിക്കപ്പെട്ട ഒരു കാര്യം ലഭിക്കുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, അതാണ് അസൂയ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അസൂയ നമ്മളെ ഒരിക്കലും നല്ലതിലേക്ക് നയിക്കില്ല, നമ്മുടെ നാശത്തിലേക്കായിരിക്കും പോകുന്നത്. അങ്ങനെ ദുര്യോധനന് അസൂയ ഉണ്ടായി. അവരുടെ രാജ്യം തട്ടിപ്പറിച്ചെടുക്കാനായിട്ടാണ് അധർമ്മത്തിലൂടെ ചൂതുകളിയൊക്കെ ചെയ്തിട്ട് അവരുടെ രാജ്യം തട്ടിയെടുത്തു, വനത്തിലേക്ക് അയച്ചു. അങ്ങനെ പാണ്ഡവര് 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും കഴിഞ്ഞിട്ട് അവർ തിരികെ വന്നപ്പോഴാണ് രാജ്യം തിരിച്ചെടുക്കാനും ധർമ്മത്തെ സ്ഥാപിക്കാനും ആയിട്ടാണ് ഈ യുദ്ധം നടക്കുന്നത്. അപ്പോൾ ആ ഒരു യുദ്ധത്തിന്റെ സമയത്താണ്, യുദ്ധം തുടങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആണ് അർജുനന് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്. ഹരേ കൃഷ്ണ മോളെ. നന്നായിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് മഹാഭാരതത്തില് ഞാൻ ഗുരുദേവ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പല പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതത്തില് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ ശരിക്കും ശാസ്ത്രീയമായി നമ്മൾ കേട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാവും. ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി നമ്മൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയോടെ നമ്മൾ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഭഗവത്ഗീതയുടെ പ്രിൻസിപ്പിൾസ് ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ ഒരിക്കലും അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു കോഡഡ് ആണ്. എന്ന് വെച്ചാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കോഡ് വേർഡ്സ്, നമ്മൾ ലാപ്ടോപ്പും ഫോണൊക്കെ കോഡ് വേർഡ്സ് യൂസ് ചെയ്യില്ലേ, അതുപോലെ ഗീത കോഡഡ് ആണ്. അത് മനസ്സിലാവണമെങ്കിൽ ശരിക്കും ഒരു ഗുരു പരമ്പരയിലുള്ള ഗുരുവിൽ നിന്ന് തന്നെ മനസ്സിലാവണം. അപ്പോൾ മഹാഭാരതത്തിൽ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും എല്ലാവർക്കും അറിയപ്പെടുന്നതും തെറ്റിദ്ധാരണയിലൂടെ പോകുന്നതുമാണ് ദ്രൗപദി ദേവിയുടെ കഥയല്ല, ചരിതമാണ്. ഇത് നമ്മൾ പഠിക്കുന്നത് മഹാഭാരതം ചരിതമാണ്. ശരിക്കും എല്ലാവരും പറയും കഥയല്ല, അത് ശരിക്കും ചരിത്രമാണത്. അപ്പോൾ ദ്രൗപദി ദേവിയുടെ കഥ എന്താണ്? നമ്മൾ കേൾക്കുന്നത് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. എന്താണ് പറയുന്ന 5 ഭർത്താവുള്ള ഒരു സ്ത്രീ അല്ലേ? ശരിക്കും ദ്രൗപദി ദേവി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ പേര് നൽകിയിട്ടുള്ളത് ദ്വാപരയുഗത്തിലെ ഏറ്റവും പവിത്രമായ നാരീരത്നം എന്ന് പറയുന്നത് ദ്രൗപദി ദേവി. ദ്രൗപദി ദേവിക്ക് 5 ഭർത്താവിനുണ്ടായ സാഹചര്യം എന്തെന്ന് വെച്ചാൽ, ദ്രൗപദി ദേവി ഈ പാണ്ഡവർ വനവാസ കാലത്ത്
സ്വയംവരം നടന്നു. അപ്പോൾ സ്വയംവരത്തിൽ അർജുനൻ പോയി ദ്രൗപദി ദേവിയെ വിവാഹം കഴിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ കുന്തി ദേവി മക്കൾ എന്താണ് കൊണ്ടുവന്നെന്ന് കാണാതെ പറഞ്ഞു, നിങ്ങൾ 5 പേരും കൊണ്ടുവന്നത് എന്തായാലും തുല്യമായി വിധിച്ചെടുക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരിക്കും പാണ്ഡവർ ആകെ വിഷമിച്ചു പോയി. എന്നിട്ട് അപ്പോഴാ കുന്തി ദേവി കണ്ടത് ഇതൊരു ദ്രൗപദി ദേവിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇത് എങ്ങനെയാ ഇത് നടക്കുന്നത്? 5 പേർക്ക് ഒരു സ്ത്രീക്ക് 5, ദ്രൗപദി ദേവിക്ക് 5 ഭർത്താവ്, അതെങ്ങനെ നടക്കും എന്ന് ഓർത്ത് വളരെയധികം വിഷമിച്ചവര്. അപ്പോഴാ വ്യാസമഹർഷി വന്നിട്ട് പറഞ്ഞത്, ഓക്കെ, ദ്രൗപദി ദേവിക്ക് അത് അങ്ങനെ ഒരു 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 നിയോഗമുണ്ട്. ദ്രൗപദി ദേവി മുൻ ജന്മത്തിൽ തപസ്സിരുന്ന് പാർവതി ദേവി മഹാദേവന്റെ നിന്ന് വരം നേടിയിട്ടുണ്ട്. അതായത് ദ്രൗപദി ദേവിക്ക് 5 ഗുണങ്ങളുള്ള ഭർത്താവ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരിക്കലും 5 ഗുണങ്ങളുള്ള ഭർത്താവ് കിട്ടില്ല. അതിന് മഹാദേവൻ പറഞ്ഞു, ഓക്കെ, 5 ഗുണങ്ങളുള്ള ഭർത്താവ് വേണമെങ്കിൽ 5 ഭർത്താക്കന്മാര്. അങ്ങനെ പറഞ്ഞ് അതുകൊണ്ടാണ് ദ്രൗപദി ദേവിക്ക് ഇങ്ങനെ ഒരു നിയോഗം ഉണ്ടായത്. അത് കുന്തി ദേവിയെ പോലുള്ള ഒരു നാരീരത്നം അവരുടെ ദേവിയുടെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് വരില്ല. 5 പേരും തുല്യമായി എടുക്കാൻ പറഞ്ഞാൽ അതിനൊരു നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ കുന്തി ദേവിയുടെ വചനങ്ങളിൽ നിന്ന് അങ്ങനെ വരുള്ളൂ. അത് ഭഗവാന്റെ നിയോഗമായിരുന്നു, മഹാദേവന്റെ നിയോഗമായിരുന്നു. മഹാദേവന്റെ വരം പ്രകാരമാണ് ഇങ്ങനെ 5 ഭർത്താക്കന്മാരെ കിട്ടിയത്. 5 ഗുണങ്ങൾ ഉള്ള 5 ഭർത്താക്കന്മാര്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വ്യാസദേവൻ അങ്ങനെ പറഞ്ഞപ്പോഴും വീണ്ടും കൺഫ്യൂഷനായി. ഒരു സ്ത്രീക്ക് എങ്ങനെ 5 ഭർത്താവായിട്ട് ജീവിക്കാൻ പറ്റും? അപ്പോൾ വീണ്ടും വ്യാസദേവൻ പറഞ്ഞു, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിബന്ധനകളോട് കൂടി ആയിരിക്കും അവർ ജീവിക്കുന്നത്. അതായത് 1 വർഷം യുധിഷ്ഠിരൻ ഭർത്താവായിരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം കുന്തി ദേവിയെ ജ്യേഷ്ഠ സഹോദരി ആയിട്ട് കാണും. അതുപോലെ അടുത്ത വർഷം ഭീമസേനൻ ഭർത്താവായിരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം ജ്യേഷ്ഠ സഹോദരിയായിട്ട് കാണും. അതുപോലെ ദ്രൗപദി ദേവി തിരിച്ച് അതുപോലെ ആയിരിക്കും. അങ്ങനെ വളരെ പവിത്രമായ ഒരു ബന്ധമായിരുന്നു ദ്രൗപദി ദേവിയും പാണ്ഡവരും ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, ദ്വാപര യുഗത്തിലെ ഏറ്റവും പവിത്രമായ നാരീരത്നമാണ് ദ്രൗപദി ദേവി. ഇത് എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം മഹാഭാരതത്തെ കുറിച്ച് കളിയാക്കുമ്പോഴും അങ്ങനെ പറയുമ്പോഴും 5 ഭർത്താവുള്ളതല്ലേ. ശരിക്കും അവർക്ക് എന്താണ് പറയുന്നതെന്ന് അറിയില്ല. എന്തെന്നുകൊണ്ടാൽ ബിക്കോസ് അവര് എന്താ പറയുന്ന പഠിക്കുന്നത് ശരിക്കും ഒരു ശാസ്ത്രീയമായിട്ടല്ല. ഈ അല്ലാത്ത സിനിമ സീരിയലിലൊക്കെ കാണുന്നത്, സിനിമ സീരിയലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനാ? ക്യാഷിനും വേണ്ടി അല്ലേ, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോഴേ ആൾക്കാർക്ക് എങ്ങനെയാണ് കൂടുതൽ കാണുന്നത്, കൂടുതൽ വ്യൂസ് വരുന്നത്, കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അതനുസരിച്ചായിരിക്കും സിനിമ സീരിയലും സിനിമകളും എല്ലാം എടുക്കുന്നത്. അതാണ് നമുക്ക് വന്ന് ഇങ്ങനെ നമ്മൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ജനറേഷൻ ബൈ ജനറേഷൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ വേറൊരു റീസണും ഉണ്ട്. നമ്മുടെ ചരിതങ്ങളൊന്നും ശരിക്കും യാഥാർത്ഥ്യമായിട്ട് ഹിസ്റ്ററിയിൽ വന്നിട്ടില്ല. ഹിസ്റ്ററി മീൻസ് അത് റിയൽ ഹിസ്റ്ററി ആയിരിക്കണം. നമ്മൾ പഠിക്കുന്നതൊക്കെ ബ്രിട്ടീഷുകാർ മോഡിഫൈ ചെയ്ത് എടുത്ത ഹിസ്റ്ററിയാണ്. അതായത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ ക്രിസ്ത്യൻസ് അല്ലേ, ക്രിസ്ത്യൻ മിഷണറി ഉണ്ടായിരുന്നു. അവർക്ക് ഭരണം എളുപ്പമാക്കാൻ വേണ്ടി അവർ ഹിസ്റ്ററിയെ മോഡിഫൈ ചെയ്തു. അത് മാത്രമല്ല ഈ ഹിന്ദുസിനെ എല്ലാത്തിനെയും അവർ കൺവേർട്ട് ചെയ്തു, അവരുടേതായ രീതിയിലാക്കി. എന്നിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലോട്ട് അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൂടുതൽ ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ വിശ്വാസത്തെ തകർക്കണം. ആ ബേസിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ ഗ്രന്ഥങ്ങളെല്ലാം അവരുടേതായ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷിലാക്കി മാറ്റി. ശരിക്കും ഇപ്പം നമ്മൾ പോലും മഹാഭാരതവും ഭഗവത്ഗീതയൊക്കെ ഒക്കെ കഥകൾ എന്ന് പറയുന്നുണ്ട്. അത് അവരുടെയൊക്കെ എന്താ പറയുന്ന കൺവേർഷന്റെ ഫലമാണ്. ശരിക്കും ഒരു ട്രൂ ആയിട്ടുള്ള ഹിസ്റ്ററിയൊക്കെ അവര് വെറും കഥകളാക്കി മാറ്റി. അങ്ങനെയുള്ള കഥകൾ ഈവൻ സ്വാതന്ത്ര്യ സമര കാലത്ത് പോലും ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് യോദ്ധാക്കൾ ആ സമയത്തുള്ള എല്ലാവരും ഇംഗ്ലീഷ് സ്കൂളുകളിലാണ് പഠിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ അവര് ഇംഗ്ലീഷുകാര് UK എഴുതിയ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്, റിയൽ ഹിസ്റ്ററി അല്ല പഠിക്കുന്നത്. നമ്മൾ സ്വാതന്ത്ര്യം നേടി, ഫിസിക്കലി സ്വാതന്ത്ര്യം നേടി എന്ന് പറയാം. പക്ഷെ നമ്മുടെ കൾച്ചർ വൈസും ശരിക്കും ഇപ്പോഴും സ്വാതന്ത്ര്യം നേടിയിട്ടില്ല. അവര് രേഷ്ണ കേൾക്കാമല്ലോ അല്ലെ?
സ്വാതന്ത്ര്യം നേടിയിട്ടില്ല. ശരിക്കും അവര് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ വേണ്ടത്, എങ്ങനെയാണോ നമ്മൾ കേൾക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത്, ആ രീതിയിലാണ് നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അതിൽ നിന്ന് ഒരു മാറ്റം വരണമെങ്കിൽ ശരിക്കും നമ്മൾ എന്താ ചെയ്യണം, ഗുരു പരമ്പരയിൽ നിന്ന് വന്നിട്ടുള്ള ശാസ്ത്രങ്ങൾ തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ ശരിക്കും ഉള്ള റിയൽ ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മഹാഭാരതത്തിലെ ഈ നമ്മൾ പഠിക്കുന്ന ഈ പാണ്ഡവർ ഒക്കെ, ദ്രൗപദി ദേവി, കുന്തി ദേവി ഒക്കെ ആരാണെന്ന് ശരിക്കും മനസ്സിലാവുള്ളൂ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ദ്രൗപദി ദേവിക്ക് 5 ഗുണങ്ങളുള്ള ഭർത്താവ് വേണമെന്ന് പറഞ്ഞു. ഈ എന്താണ് ഈ 5 ഗുണങ്ങൾ? അതിനെക്കുറിച്ച് ഇപ്പം രാജേഷ് പ്രഭു പറയും. ഹരേ കൃഷ്ണ. മ്യൂട്ടിലാണ്. ഹരേ കൃഷ്ണ, കേൾക്കാമോ? വീഡിയോ കാണാമല്ലോ അല്ലേ? വീഡിയോ കുറച്ച് blurry ആയിട്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ഓക്കെ. നമ്മള് ഹരേ കൃഷ്ണ, നമ്മള് ദ്രൗപദി ദേവിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ദ്രൗപദി ദേവി മാതാജി പറഞ്ഞു, ദ്രൗപദി ദേവി എന്തുകൊണ്ടാണ് 5 പേരെ വിവാഹം കഴിക്കേണ്ടി വന്നത്. അപ്പോൾ അതിനൊരു വരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദ്രൗപദി ദേവിയുടെ മാതാജി പറഞ്ഞതുപോലെ ഇപ്പം ദ്രൗപദി ദേവി എന്ന് പറയുന്നത് ഈ ദ്വാപരയുഗത്തിലെ ഏറ്റവും പവിത്രമായ ഒരു നാരീരത്നമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ദ്രൗപദി ദേവി വന്നത് തന്നെ യജ്ഞ അഗ്നിയിൽ നിന്നാണ്. അതുകൊണ്ട് യജ്ഞസേനി എന്നുള്ളൊരു പേരുകൂടി ദ്രൗപദി ദേവിക്കുണ്ട്. കാരണം അത്രയ്ക്ക് പവിത്രമായിട്ടുള്ള ഒരു ജന്മമാണ്. പിന്നെ എന്തുകൊണ്ട് 5 പേരെ വിവാഹം കഴിക്കേണ്ടി വന്നു, അതിനെക്കുറിച്ച് മാതാജി പറഞ്ഞു. ഇത് കുന്തി ദേവി പറഞ്ഞതനുസരിച്ച്, കുന്തി ദേവിയുടെ വാക്കുകൾ അനുസരിച്ചിട്ടാണ് 5 പേരെ വിവാഹം കഴിക്കേണ്ടി വന്നത്. അത് പക്ഷെ ഒരു ദൈവ നിയോഗമായിരുന്നു. പിന്നെ എന്താണ് ഈ 5 ക്വാളിറ്റീസ്? അപ്പോൾ ദ്രൗപദി ദേവി മഹാദേവനോട് 5 ഗുണങ്ങളുള്ള ഭർത്താവ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ ആ 5 ഗുണങ്ങളും ഒരേ വ്യക്തിയിൽ കാണാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ടാണ് ദ്രൗപദി ദേവിക്ക് ഈ 5 ഗുണങ്ങളുള്ള 5 ഭർത്താക്കന്മാരെ ലഭിക്കും എന്ന് വരം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ദ്രൗപദി ദേവി 5 പേരെ വിവാഹം കഴിക്കേണ്ടി വന്നത്. ഇപ്പം മഹാദേവന്റെ വരം, പിന്നെ എല്ലാം ദൈവനിയോഗമായിരുന്നു. മഹാദേവന്റെ വരം, പിന്നെ കുന്തി ദേവിയുടെ വാക്കുകൾ, പിന്നെ ഈ 5 ഭർത്താക്കന്മാരെ സ്വീകരിക്കേണ്ടി വരുന്ന അതിനെല്ലാവരുടെയും അനുമതി ഉണ്ടായിരുന്നു, എല്ലാവരും പെർമിഷൻ ഉണ്ടായിരുന്നു. വ്യാസ മഹർഷി, നാരദ മഹർഷി, മഹാദേവൻ, എല്ലാവരുടെയും പെർമിഷനോട് കൂടി, അവരുടെ അനുമതിയോട് കൂടിയാണ് ഈ ദ്രൗപദി ദേവി 5 പേരെ വിവാഹം കഴിച്ചത്, 5 ഭർത്താക്കന്മാരെ സ്വീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും തെറ്റല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഈ ലോകത്തിൽ നടക്കുന്ന പല സാഹചര്യങ്ങളുമായിട്ടാണ്, അങ്ങനത്തെ സിറ്റുവേഷൻസുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്, അല്ലേ? പക്ഷെ ആ മുൻ യുഗങ്ങളിൽ ഇതെല്ലാം അലൗഡ് ആയിരുന്നു, ഇതിനെല്ലാം പെർമിഷൻ ഉണ്ടായിരുന്നു. കാരണം അത്രയും ധർമ്മത്തിനൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് കുറിച്ചെങ്കിലും. അതുകൊണ്ട് അന്ന് മുൻ യുഗങ്ങളിൽ ഇതൊക്കെ ചെയ്യുന്നത് അത് ശരിയായിരുന്നു, അത് അനുമതിയോട് കൂടിയാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ അവരെല്ലാം ആ ഒരു ധർമ്മം പാലിച്ചിരുന്നു. ഇപ്പോഴത്തെ പോലത്തെ ഒരു സാഹചര്യം അല്ലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഉണ്ടാകുന്ന ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റണമെങ്കിൽ ഇങ്ങനെയുള്ള യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ഭഗവത്ഗീത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാലേ നമുക്കിതിന്റെ ഒറിജിനലായിട്ട് യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഈ 5 ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ദ്രൗപദി ദേവി മഹാദേവനോട് ചോദിച്ചത് 5 ഗുണങ്ങളുള്ള ഭർത്താവ്. ഏതൊക്കെയാണ് ഈ 5 ഗുണങ്ങൾ? ഒന്ന്, ധാർമ്മികത, റൈറ്റിയസ്നെസ് അല്ലെങ്കിൽ വെർച്യു, ധാർമ്മികത. രണ്ടാമത്തേത് ശക്തിയുള്ള ഭർത്താവ്. പിന്നെ മൂന്നാമത്തേത് അസ്ത്രവിദ്യയിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഒരു ഭർത്താവ്. അസ്ത്രവിദ്യയിൽ, അമ്പെയ്ത്തിൽ നല്ല നിപുണനായിട്ടുള്ള ഒരു ഭർത്താവ്, ആർച്ചറി സ്കിൽസ്. നാലാമത്തേത് സൗന്ദര്യം, ബ്യൂട്ടി. 5-മത്തേത്
വിസ്ഡം, ജ്ഞാനം അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നത്. ഈ അഞ്ച് ഗുണങ്ങളുള്ള ഭർത്താവിനെയാണ് ദ്രൗപദി ദേവി മഹാദേവനോട് വരം ചോദിച്ചത്. ഏതൊക്കെയാണ്? ധാർമ്മികത, ശക്തി, പിന്നെ അസ്ത്രവിദ്യയിലുള്ള പ്രാഗൽഭ്യം, സൗന്ദര്യം, ജ്ഞാനം അല്ലെങ്കിൽ അറിവ്. റൈറ്റിയസ്നെസ്, സ്ട്രെങ്ത്, ആർച്ചറി സ്കിൽസ്, ബ്യൂട്ടി ആൻഡ് വിസ്ഡം. ഈ അഞ്ച് ഗുണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓരോ പാണ്ഡവരെ എടുക്കുകയാണെങ്കിൽ ഓരോ പാണ്ഡവരിലും ഈ ഓരോ ഗുണങ്ങളുണ്ട്. നമ്മൾ യുധിഷ്ഠിര മഹാരാജാവിനെ നോക്കുകയാണെങ്കിൽ യുധിഷ്ഠിര മഹാരാജാവ് എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുമായിരുന്നു. ഏത് സാഹചര്യത്തിൽ എന്തൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാലും എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും നീതിയിൽ ഉറച്ചു നിന്നു. ധർമ്മം, നീതി, സത്യം ഇതിലൊക്കെ എപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ധാർമ്മികത എന്ന് പറഞ്ഞ ആ ഒരു ക്വാളിറ്റി അത് യുധിഷ്ഠിര മഹാരാജനാണ്. ഇനി ഭീമസേന നോക്കുകയാണെങ്കിൽ വളരെ ശക്തിയുള്ളത്, ബലം അല്ലെങ്കിൽ ശക്തി അല്ലെ. ദ്രൗപദി ദേവിയെ പല സാഹചര്യങ്ങളിലും ഭീമസേനന്റെ ആ ഒരു ശക്തി, ഒരു ബലം കൊണ്ട് പല സാഹചര്യങ്ങളിലും ദ്രൗപദി ദേവിയെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കീചക വധം, അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ശക്തി എന്ന് പറഞ്ഞ ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഗുണം ഉള്ള ഒരു ഭർത്താവാണ് ഭീമസേനൻ. ഇനി അസ്ത്രവിദ്യയിൽ നിപുണനായിട്ടുള്ള ഒരു ഭർത്താവ്, ഒരു വ്യക്തി, അത് അർജുനനാണ്. അർജുനൻ നമുക്കറിയാം വില്ലാളി വീരനാണ്. ഏറ്റവും പ്രഗത്ഭനായ അസ്ത്രവിദ്യയിൽ പ്രാഗൽഭ്യം ഏറ്റവും അധികമുള്ള ഒരു വ്യക്തിയാണ് അർജുനൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ദ്രോണാചാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, അർജുനനേക്കാൾ ആ അസ്ത്രവിദ്യയിൽ പ്രാഗൽഭ്യമുള്ള വേറെ ആൾ കാണത്തില്ല. അങ്ങനെ ഒരാൾ ഏറ്റവും കൂടുതൽ എല്ലാം പഠിപ്പിച്ചിരിക്കുന്നത് അർജുനനെ. അപ്പൊ അതാണ് ആ മൂന്നാമത്തെ ക്വാളിറ്റി. അതായത് അസ്ത്രവിദ്യയിലുള്ള ആ ഒരു നൈപുണ്യം അല്ലെങ്കിൽ പ്രാഗൽഭ്യം, സ്കിൽ എന്ന് പറയുന്നത് അതാണ് അർജുനൻ. ഇനി സൗന്ദര്യം. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് നകുലനുള്ള ക്വാളിറ്റിയാണ് സൗന്ദര്യം. ഏറ്റവും സുന്ദരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നകുലൻ എന്ന് പറയുന്നത്. അപ്പൊ നകുലിലൂടെ ആ സൗന്ദര്യമുള്ള ഒരു ഭർത്താവിനെ ദ്രൗപദി ദേവിക്ക് ലഭിച്ചു. പിന്നെ വിസ്ഡം, ജ്ഞാനം അല്ലെങ്കിൽ അറിവ്, അത് സഹദേവനാണ്. അപ്പൊ ഇങ്ങനെ ഈ 5 ക്വാളിറ്റീസ്, ഈ 5 പാണ്ഡവരിലും ഈ ഒരു 5 ക്വാളിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണ് ദ്രൗപദിക്ക് ആ 5 ഗുണങ്ങളുള്ള ആ 5 ഭർത്താക്കന്മാരെ ലഭിച്ചത്. ഓക്കെ. അപ്പൊ യുധിഷ്ഠിരൻ എന്ന് പറയുന്നത് ധാർമ്മികത, ഭീമസേനൻ ശക്തി, അർജുനൻ അസ്ത്രവിദ്യയിലുള്ള പ്രാഗൽഭ്യം, നകുലൻ സൗന്ദര്യം, സഹദേവൻ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം. പിന്നെ ഈ 5 പാണ്ഡവരെന്ന് പറയുന്നത് അവരെല്ലാം ദേവന്മാരുടെ അംശങ്ങളാണ്. അത് നമുക്കറിയാം അല്ലെ. കുന്തി ദേവിക്ക് 5 ദേവന്മാരിലൂടെ ലഭിച്ചതാണ് ഈ 5 മക്കള്. ധർമ്മരാജന്റെ മകനാണ് യുധിഷ്ഠിരൻ എന്ന് പറയുന്നത്. ധർമ്മരാജന്റെ അംശമാണ്. പിന്നെ ഭീമസേനൻ വായുദേവന്റെ പുത്രനാണ്. അർജുനൻ ഇന്ദ്രദേവന്റെ പുത്രനാണ്. നകുല സഹദേവന്മാർ അശ്വിനി കുമാരന്മാരുടെ അംശമാണ്. അപ്പോൾ എല്ലാവരും ഒരു ദൈവികത ഉണ്ട് എല്ലായിടത്തും. ആ ഒരു ഡിവൈൻ പ്രസൻസ് ഉണ്ട് എല്ലാവരും. അപ്പൊ അങ്ങനെ ദേവന്മാരിൽ നിന്നാണ് ഈ 5 പാണ്ഡവരും വന്നിരിക്കുന്നത്. ദേവന്മാരുടെ അംശങ്ങളാണ്. അപ്പൊ ആ ദൈവിക ഗുണങ്ങളെല്ലാം അവരെല്ലാവരും ഈ 5 പേരിലും ഉണ്ട്. പിന്നെ ദ്രൗപദി ദേവി ജനിച്ചപ്പോൾ തന്നെ ഒരു അശരീരി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജന്മം തന്നെ, ദ്രൗപദിയുടെ ജന്മം തന്നെ ഒരുപാട് ക്ഷത്രിയരെ നശിപ്പിക്കാൻ വേണ്ടി, ക്ഷത്രിയരെ വധിക്കാൻ വേണ്ടിയാണ് ദ്രൗപദി ദേവിയുടെ ഒരു ജന്മം തന്നെ. മനസ്സിലായി? അഗ്നിയിൽ നിന്നാണ് വന്നത്. കാരണം ദ്രൗപദിയുടെ അച്ഛനായ ദ്രുപദ രാജാവ് ഒരു യജ്ഞം നടത്തിയിരുന്നു. അപ്പൊ ആ യജ്ഞത്തിൽ നിന്നാണ് ശരിക്കും ദ്രൗപദി ദേവി വന്നത്. അതുകൊണ്ടാണ് യജ്ഞസേനി എന്ന് പറയുന്നത്. അതേപോലെ ദ്രൗപദി ദേവിയുടെ ആ ജന്മം തന്നെ അനേകം ക്ഷത്രിയരെ നശിപ്പിക്കാൻ വേണ്ടി, ക്ഷത്രിയരുടെ നാശത്തിന് കാരണമാകും ദ്രൗപദി ദേവി എന്ന് ആ സമയത്ത് ഒരു അശരീരി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ സംഭവിച്ചത്. മനസ്സിലായി? അപ്പൊ അതാണ് ഈ 5 പേരുള്ള
അല്ലെങ്കിൽ 5 ഗുണങ്ങളുള്ള ഭർത്താക്കന്മാരെ സ്വീകരിക്കേണ്ടതായിട്ട് ദ്രൗപദി ദേവിക്ക് അങ്ങനൊരു സാഹചര്യം ഉണ്ടായത്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഗുരുജി ഡൗട്ട്. ഹരേ കൃഷ്ണ ചോദിച്ചോളൂ. കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ദ്രൗപദി ദേവി അതില് യുദ്ധം ചെയ്തിരുന്നോ? ഹരേ കൃഷ്ണ കേൾക്കാമോ? ഹരേ കൃഷ്ണ കേൾക്കാം. ദ്രൗപദി ദേവി യുദ്ധം ചെയ്തിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? അപ്പം എങ്ങനെ ശത്രുക്കളെ വരം കിട്ടും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മോള് ചോദിച്ചത് ദ്രൗപദി ദേവി എങ്ങനെയാ ശത്രുക്കളെ കൊല്ലുന്നു എന്നതല്ല. ക്ഷത്രിയരുടെ നാശത്തിന് കാരണമായത്. അതൊരു കാരണമായതാണ്. പക്ഷെ ക്ഷത്രിയർ അതിന് ഒരു കാരണമായി എന്നാണ് പറയുന്നത്. മനസ്സിലാവും? അതായത് പാണ്ഡവരിലൂടെ അതിനൊരു കാരണമായി. കാരണം കുരുക്ഷേത്ര യുദ്ധത്തിൽ എത്രയോ ക്ഷത്രിയരാണ്, അധർമ്മികളായ എത്രയോ ക്ഷത്രിയരെയാണ് ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ പാണ്ഡവരെ ഒരു നിമിത്തമാക്കിയിട്ട് ഭഗവാൻ കൃഷ്ണൻ ഒരുപാട് ക്ഷത്രിയരെ നശിപ്പിച്ചു. അധർമ്മികളായ ഒരുപാട് ക്ഷത്രിയരുണ്ടായി. അപ്പോൾ അവരുടെ നാശത്തിനൊക്കെ കാരണമായി. കാരണം കുരുക്ഷേത്ര യുദ്ധം നടക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ആ ചൂതുകളിയും അവിടെ ദ്രൗപദി ദേവിക്കുണ്ടായ അപമാനവും അല്ലെ? അതും ഈ മഹാഭാരത യുദ്ധത്തിന്റെ ഒരു കാരണമായിരുന്നു അല്ലെ? പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമായിരുന്നു ദ്രൗപദി ദേവി കുരുസഭയിൽ വെച്ചിട്ട് അപമാനിക്കാൻ ശ്രമിച്ചു. മനസ്സിലായി? അപ്പൊ അതിനൊരു കാരണമായി എന്നാണ് പറയുന്നത്. അനേകം ക്ഷത്രിയന്മാരുടെ നാശത്തിന് ദ്രൗപദി ദേവി ഒരു കാരണമായി പാണ്ഡവരിലൂടെ. മനസ്സിലായോ? ക്ലിയർ ആയോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ കേൾക്കാമല്ലോ അല്ലേ? അതെ. അപ്പോഴ് ദ്രൗപദി ദേവി എത്രമാത്രം പൗത്രയായ, എത്രമാത്രം ദൈവിക ഗുണം ഉള്ള ഒരു നാരീരത്നമാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ശരിക്കും എങ്ങനെയാ കാരണമായെന്നുള്ളത് അത് നമ്മൾ ഇത് പഠിക്കുമ്പോൾ മനസ്സിലാവും. രാജേഷ് പ്രഭു പറഞ്ഞ പോലെ, ഇപ്പം നേരത്തെ വൈഷ്ണവി മോള് പറഞ്ഞ പോലെ, പാണ്ഡവരെ ശരിക്കും എത്രമാത്രം ധർമ്മം ഫോളോ ചെയ്തവരാണ് പാണ്ഡവരെന്ന് നമുക്കറിയാം. ഈ പാണ്ഡവരെ കൗരവർ മാക്സിമം ട്രൈ ചെയ്തു അവരെ എങ്ങനെയൊക്കെ കൊല്ലാം, അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് ഓടിക്കാം. അങ്ങനെ അവരുടെ ലക്ഷ്യം അത് തന്നെ ആയിരുന്നു. അതായത് ഒരു സൈഡ് പാണ്ഡവർ ധർമ്മത്തിന്റെ പ്രതീകമായിട്ടും കൗരവർ അധർമ്മത്തിന്റെ പ്രതീകമായിട്ടാണ് നിന്നത്. അപ്പോഴും പാണ്ഡവർ വനവാസത്തിലായിരുന്നു. അത് കഴിഞ്ഞ് അവർ തിരികെ വന്നു. ആദ്യം ലാക്ഷാഗ്രഹം ഉണ്ടാക്കി, വലിയൊരു കൊട്ടാരം ഉണ്ടാക്കി, ഈ പെട്ടെന്ന് കത്തിത്തീരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്. അതിൽ പാണ്ഡവരെ താമസിച്ചു. എന്നിട്ട് അതിനെ തീ കത്തിച്ചു മീൻസ് കൊല്ലും. അങ്ങനെ എന്നിട്ട് അത് കത്തി കഴിഞ്ഞപ്പോൾ കൗരവർ വിചാരിച്ചിരുന്നു ഓക്കെ പാണ്ഡവരെല്ലാം മരിച്ചു പോയി എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ വിതുരർ നേരത്തെ അറിയാമായിരുന്നു കൗരവരുടെ ഈ വക്രബുദ്ധി. അത് കാരണം പാണ്ഡവർക്ക് രക്ഷപ്പെടാൻ പറ്റി. അവർ വനവാസത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ആ സമയത്തായിരുന്നു ദ്രൗപദി ദേവിയെ കണ്ടതും സ്വയംവരം നടത്തിയതും ഒക്കെ. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഹസ്തിനപുരിയിൽ വന്നപ്പോഴേക്കും ദുര്യോധനൻ രാജാവായി. പക്ഷെ എന്നിട്ട് തിരിച്ച് പാണ്ഡവർക്ക് അവകാശപ്പെട്ട രാജ്യം തിരികെ കൊടുത്തില്ല. പാണ്ഡവർക്ക് അവകാശപ്പെട്ട രാജ്യം എന്താണ്? അവരുടെ അച്ഛൻ പാണ്ഡു
പാണ്ഡുവാണ് മൂത്തത്. അപ്പോൾ പാണ്ഡവരുടെ മക്കൾ എന്ന നിലയിൽ യുധിഷ്ഠിരാണ് രാജാവാകേണ്ടത്. അത് ഒരു കാര്യം. പിന്നെ അല്ലാതെ തന്നെ യുധിഷ്ഠിരൻ പാണ്ഡവരിലും കൗരവരിലും ഏറ്റവും മൂത്ത ആള് യുധിഷ്ഠിരനാണ്. അപ്പോൾ 2 കാരണങ്ങൾ നോക്കിയാലും യുധിഷ്ഠിരനാണ് രാജാവാകേണ്ടിയിരുന്നത്. അപ്പോൾ തിരികെ വന്നു രാജ്യം കൊടുക്കാനായിട്ട് അവർ തയ്യാറായില്ല, കൗരവർ തയ്യാറായില്ല. അങ്ങനെ പിന്നെ എന്താ ചെയ്തു? ഒരു എന്താ ഹസ്തിനപുരി ആയിരുന്നു ക്യാപിറ്റൽ. ഓക്കെ, അവിടെ ആയിരുന്നു ദുര്യോധനും ധൃതരാഷ്ട്രവും എല്ലാം. അത് കഴിഞ്ഞിട്ട് കാണ്ഡവനം കൊടുത്തു, പകുതി ക്രൂരമൃഗങ്ങളും രാക്ഷസന്മാരും നിറഞ്ഞ ഒരു സ്ഥലം. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞിട്ടും ഭഗവാന്റെ കാരുണ്യത്താൽ വിശ്വകർമാവിലാൽ അവര് വളരെ ഒരു മനോഹരമായ ഒരു കൊട്ടാരവും ഉണ്ടാക്കി. അതാണ് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തില് പാണ്ഡവർ താമസമായി അവര് ഭരണം തുടങ്ങി. അപ്പോഴേക്കും ഹരേഷ്ണ മാതാജി, ഈ വിശ്വകർമ്മൻ ആരായിരുന്നു? വിശ്വകർമ്മ എന്ന് പറയുന്നത് ഞാൻ പറയാം, അത് കഴിഞ്ഞ് കൂടുതൽ രാജേഷ് പ്രഭുവിന്റെ അടുത്ത് ചോദിക്കാം. ദേവലോകത്തിന്റെ എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും ആർക്കിടെക്ട് ആണ്, ഏറ്റവും വലിയ ആർക്കിടെക്ട് അല്ലേ രാജേഷ് പ്രഭു? എല്ലാം ചെയ്യുന്നത് വിശ്വകർമാവല്ലേ? അതെ, ഏറ്റവും വലിയ ആർക്കിടെക്ട് ദേവലോകം എല്ലാം ചെയ്യുന്ന. മനസ്സിലായോ മോനെ? വിശ്വകർമാവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം വേറെ ഒരു ഇത് ഉണ്ടാവില്ല, അത്രയ്ക്ക് മനോഹരമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ വിശ്വകർമാവാണ് ഇന്ദ്രപ്രസ്ഥം ചെയ്തു കൊടുത്തത്. അപ്പോൾ ഹസ്തിനപുരി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഇന്ദ്രപ്രസ്ഥം വന്നു കഴിഞ്ഞപ്പം പിന്നെ ദുര്യോധന വീണ്ടും അസൂയയായി. അത് മാത്രമല്ല, ഭഗവാൻ പറഞ്ഞു ഇത് നടക്കാനായിട്ട്, എന്തോ അശ്വമേധം അല്ലേ? അതെ, രാജസൂയ യജ്ഞം നടത്താനായിട്ട് പറഞ്ഞു. രാജസൂയ യജ്ഞം നടന്നതിന്റെ മീനിങ് ചക്രവർത്തി, മറ്റു രാജാക്കന്മാരെല്ലാം ഈ ആരാണോ രാജസൂയ യജ്ഞം നടക്കുന്ന അദ്ദേഹത്തെ ചക്രവർത്തിയായിട്ട് അംഗീകരിക്കും. അങ്ങനെ യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞം നടത്തിയപ്പോൾ ലോകം മുഴുവനുമുള്ള രാജാക്കന്മാർ അക്സെപ്റ്റ് ചെയ്തു ചക്രവർത്തിയായിട്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ദുര്യോധന ഭയങ്കരമായിട്ട് അസൂയ കൂടി വന്ന് കണ്ടു കഴിഞ്ഞ് ദുര്യോധന ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് ഇങ്ങനെ പറയപ്പെടുന്നു ഇതില്, ദുര്യോധൻ നടന്നു പോയപ്പോൾ വെള്ളം ഏതാണ് തറ ഏതാണെന്ന് തിരിച്ചറിയാതെ വന്ന് വീണതായിട്ട് പറയുന്നുണ്ടത്. വന്ന് വീണു എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അപ്പോഴിങ്ങനെ വല്ലാതെ സ്ലോയിൽ നടന്നു പോയി. അപ്പോഴ് ശരിക്കും ദ്രൗപദി ദേവി കളിയാക്കിയെന്ന ഈ സീരിയലിലും കഥകളിലും ഒക്കെ പറയുന്നത്, ദ്രൗപദി ദേവി പറഞ്ഞു അന്ധന്റെ പുത്രൻ അന്ധൻ തന്നെയാണെന്ന്. അത് പക്ഷെ ശാസ്ത്രീയമായ ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ. ദുര്യോധന്റെ അസൂയ കൊണ്ടും മാനസികാവസ്ഥ കൊണ്ടും ഏതാണ് വെള്ളം ഏതാണ് തറയെന്നറിയാതെ നടന്നു പോയപ്പോ വന്ന് വീണു എല്ലാവരുടെയും മുന്നിൽ. അപ്പോൾ ദ്രൗപദി ദേവി ഉറക്കെ ചിരിച്ചു. ദ്രൗപദി ദേവി മാത്രമല്ല, ആ സഭയിലുണ്ടായിരുന്ന എല്ലാവരും ചിരിച്ചു. അപ്പോഴ് ദുര്യോധൻ അത് ഭയങ്കര വാശിയായി. അത് ദ്രൗപദി ദേവി അങ്ങനെ പറഞ്ഞു, പക്ഷെ ദ്രൗപദി പറഞ്ഞതായിട്ട് ശാസ്ത്രങ്ങളൊന്നും പറയുന്നില്ല. മാത്രമല്ല, അതില് എന്താണ്, ഒരാൾ വീണ് കഴിഞ്ഞാൽ എല്ലാവരും ചിരിക്കും അല്ലെ? നമ്മൾ പോണ വഴിക്ക് വീണ് കഴിഞ്ഞാൽ അടുത്തുള്ളവർ ചിരിക്കും. അങ്ങനെ അതൊരു റീസൺ ആയിട്ട് ദുര്യോധന ഒന്നാമത് അസൂയ മൂത്ത് ഭയങ്കര ദേഷ്യത്തിൽ ഇറങ്ങിപ്പോവുക, ഒട്ടും സഹിക്കാൻ വയ്യ. അതൊട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ, അവരെ കൊല്ലുകയോ നാടുകടത്തുകയോ ചെയ്യാനല്ലേ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഭഗവാന്റെ കാരുണ്യത്തോടെ അവര് ഇന്ദ്രപ്രസ്ഥം അത്രയും മനോഹരമായിട്ട് എടുത്തു, ചക്രവർത്തിയായി. എന്തുകൊണ്ടാണ് ഭഗവാൻ അവരുടെ കൂടെ നിന്നത്? പറയാൻ ആർക്കെങ്കിലും? ഭഗവാൻ എവിടെ എപ്പോഴും നിൽക്കുന്നത്? അതെ, വെരി ഗുഡ്. ധർമ്മം എവിടെയുണ്ടോ അവിടെ ഭഗവാൻ കാണും അല്ലെ? ധർമ്മം ഇല്ലെങ്കിൽ ഭഗവാൻ ഒരിടത്തും കാണില്ല. ധർമ്മം നിലനിൽക്കുന്നിടത്ത് ഭഗവാൻ കൂടെ ഉണ്ടാവും. എത്രയോ പ്രാവശ്യം പാണ്ഡവരെ കൊല്ലാൻ ശ്രമിച്ചു, എന്നിട്ടും പാണ്ഡവർ തിരിച്ചൊന്നും ഒരു അധർമ്മം പോലും ചെയ്തിട്ടില്ല. എല്ലാം സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകുമായിരുന്നു. അതേസമയം കൗരവരാണെങ്കിലോ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ അധർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും 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 തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരുന്നു അല്ലെ? അധർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തു നിന്ന് അങ്ങനെ ദുര്യോധനൻ ഇറങ്ങി ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇത് കണ്ടപ്പോഴ് യുധിഷ്ഠിരൻ, ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരന്
വല്ലാത്ത വിഷമം തോന്നി. ഇങ്ങനെ വിഷമം തോന്നി എന്തുവെച്ചാൽ ദുര്യോധനൻ വിഷമിച്ചു പോകുന്നതുകൊണ്ട് മാത്രമല്ല, യുധിഷ്ഠിരൻ മനസ്സിൽ വിചാരിച്ചു ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഇനി അങ്ങോട്ട് വലിയ ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. എന്ന് വെച്ചാൽ അത്രയും അസൂയയും അധർമ്മീയമായ ദുര്യോധനും കൗരവരുമാണ്. ഇനി അങ്ങോട്ട് പോകും, ഇതെല്ലാം ഇനി എവിടെ പോയി തീരും ഇത്? വലിയ യുദ്ധം ഉണ്ടാവുമല്ലോ, ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാരും നാശനഷ്ടം ഉണ്ടാവുമല്ലോ, ആൾക്കാർക്ക് മരണം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ യുധിഷ്ഠിരൻ പെട്ടെന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോഴേക്കും വ്യാസമഹർഷി വന്ന് പറഞ്ഞു, അതെ ശരിയാണത്, ഇത് ഇവിടെ നിന്നുള്ളത് ഇനി അങ്ങോട്ട് വലിയ മഹായുദ്ധം ഉണ്ടാവും. അത് ഒരിക്കലും അങ്ങനെ ഒരു യുദ്ധം ഇനി മുന്നോട്ട് ഈ ഒറ്റ യുദ്ധമായിരിക്കും ഇത്രയും മഹായുദ്ധമാവുന്നത്. ഇതുപോലൊരു യുദ്ധം ഇനി ഉണ്ടാവുകയില്ല. കോടി കണക്കിന് ആൾക്കാർ മരിക്കും യുദ്ധത്തില്. അപ്പോഴ് ഇതില് ഒരു ദ്രൗപദി ദേവി ഒരു റീസൺ ആയിട്ട് പറയുന്നില്ല, ഒരു കാരണമാണ്. ദ്രൗപദി ദേവി ചിരിച്ചു എന്നുള്ള ഇതില് ഇങ്ങനെ ഒരു കാരണം പറയുന്നുണ്ട് അതില്. പക്ഷെ അത് മാത്രമല്ല, അത് ഒരു ജസ്റ്റ് ഒരു കോസായിട്ട് പറയുന്നേ ഉള്ളൂ. അത് അധർമ്മം എവിടെ നിൽക്കും അവിടെ ആണ് നാശം സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ട് അപ്പോഴേ യുധിഷ്ഠിരന് വല്ലാത്ത വിഷമമായി. ഇതെങ്ങനെ നിർത്താൻ പറ്റും? ഇതെങ്ങനെ? ഇപ്പോൾ യുധിഷ്ഠിരൻ ഒരു പ്രതിജ്ഞ എടുത്തു. സാധാരണ ഇപ്പം നമ്മുടെ വീട്ടില് ഇപ്പം പാരൻസ് പറയുമ്പോഴോ ടീച്ചേഴ്സ് പറയുമ്പോ മുതിർന്നവരോ അറിവുള്ളവരോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലേ അത്? അതേസമയം മൂത്തവരോ വീട്ടിലെ പാരൻസോ പറയുമ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം നല്ല രീതിയിൽ പോവില്ലേ? അതേപോലെ യുധിഷ്ഠിരൻ ഒരു പ്രതിജ്ഞ എടുത്തു. എൻ്റെ മുതിർന്നവർ എന്ത് പറഞ്ഞാലും ഞാൻ അതിനപ്പുറത്തായിട്ട് ഒരു വാക്ക് പറയില്ല. അത് അങ്ങനെ. എന്ന് വെച്ചാൽ ഇപ്പം ഭീഷ്മർ, ദ്രോണാചാര്യർ, മുതിർന്നവർ, യുധിഷ്ഠിരനെക്കാട്ടിലും മുതിർന്നവർ എന്ത് പറഞ്ഞാലും ഞാൻ എതിരായിട്ടൊന്നും പറയില്ല, അത് 100% സമ്മതിക്കും. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞ യുധിഷ്ഠിരന് അതാണ് ശരിക്കും ഈ പിന്നീടുള്ള ഈ രാജ്യസഭയിലും എല്ലാം ദ്രൗപദി ദേവിയെ അപമാനിച്ചപ്പോഴുമൊക്കെ യുധിഷ്ഠിരന് ഒരു വാക്കുപോലും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയത്. യുധിഷ്ഠിരൻ പറയാതിരുന്നാൽ പാണ്ഡവന്മാർ പറയോ അനിയന്മാരും ഒന്നും പറയില്ല. യുധിഷ്ഠിരൻ എന്താണ് പറയുന്നത് അതിനപ്പുറമല്ല. യുധിഷ്ഠിരൻ ഈ പ്രതിജ്ഞ ഫോളോ ചെയ്തു. ധർമ്മിഷ്ഠനാണ് യുധിഷ്ഠിരൻ. എന്ത് സംഭവിച്ചാലും ആ പ്രതിജ്ഞയിൽ നിന്ന് മാറില്ല. അങ്ങനെ ഒരു പ്രതിജ്ഞയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പോഴും നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ദുര്യോധനൻ പോയിട്ട് ദുര്യോധനന്റെ അടുത്ത ലക്ഷ്യം എന്തായിരുന്നു? എങ്ങനെയെങ്കിലും ഇന്ദ്രപ്രസ്ഥം കൈയടക്കുക എന്നുള്ളത്. അധർമ്മം ചെയ്ത് വീണ്ടും അധർമ്മത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇന്ദ്രപ്രസ്ഥത്തിൽ ഇപ്പം പാണ്ഡവർ നന്നായിട്ട് രാജ്യം ഭരിക്കുന്നു. ഇനി എങ്ങനെയെങ്കിലും ഇന്ദ്രപ്രസ്ഥം അവരെ ഒന്ന് പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ദുര്യോധനന്റെ ലക്ഷ്യം. അതിനായിട്ട് എന്ത് ചെയ്തു? ധൃതരാഷ്ട്രം എടുത്ത് പറഞ്ഞു. കൂടെ കൂട്ടിയതാരോ? ശകുനി എന്ന് പറയുന്നത് അവരുടെ ദുര്യോധനന്റെ അമ്മാവനാണ് ശകുനി. അദ്ദേഹം ഈ ദുര്യോധനൻ ഈ ധൃതരാഷ്ട്രം ധൃതരാഷ്ട്രം എടുത്ത് പറഞ്ഞു പാണ്ഡവരെ ചൂതുകളിക്ക് വിളിക്കാൻ വേണ്ടി. ചൂതുകളിക്ക് വിളിച്ചിട്ട് അവരെ തോൽപ്പിക്കാനായിട്ട്, എന്നിട്ട് അവരെ തോൽപ്പിച്ച് അതിൽ നിന്നും ഈ രാജ്യം തട്ടിയെടുക്കാൻ വേണ്ടി ഉള്ള ശ്രമമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴും നമ്മുടെ കൂടെ കർണൻ, കേട്ടിട്ടുണ്ട്, കർണനും കൂട്ടുനിന്നു. ശരിക്കും ചില സീരിയലിലും സിനിമകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് കർണനെ വലിയ കഥാപാത്രമായിട്ട്, വലിയ ഒരു വ്യക്തിയായിട്ട്, ഒരു നായകനായിട്ടൊക്കെ ചിത്രീകരിക്കാറുണ്ട്. പക്ഷെ കർണൻ എന്ന് പറയുന്നത് നമ്മൾ ശാസ്ത്രങ്ങളിൽ ഒരിടത്തും പക്ഷെ ഒരു നായകനായിട്ടോ അങ്ങനെ ഒരു ധാർമ്മികത ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കർണൻ എന്ത് ചെയ്തു? ഈ ധൃതരാഷ്ട്രർക്ക് ദുര്യോധനന്റെ ആഗ്രഹപ്രകാരം ശകുനിയും ധൃതരാഷ്ട്രം ചേർന്ന് ചൂത് കളിക്കാൻ വിളിച്ചപ്പോൾ കർണനും കൂടെ സപ്പോർട്ട് ചെയ്തു. അത് അവരെ വിളിക്കണം. കർണന്റെ ലക്ഷ്യം, എല്ലാവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാണ്ഡവരെ എങ്ങനെയെങ്കിലും കൊല്ലുക അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്താക്കുക, അതായിരുന്നു. അങ്ങനെ ചൂത് കളിക്ക് വിളിച്ചപ്പോഴും ഈ ആരാണ് ഇൻവൈറ്റ് ചെയ്തത്? ശരിക്കും ചൂത് കളിക്ക് ക്ഷണിച്ചത് ധൃതരാഷ്ട്രമാണ്. അപ്പോൾ നമ്മൾ ധൃതരാഷ്ട്രക്ക് ചൂത് കളിക്ക് വിളിക്കുമ്പോൾ യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രമാണ് കളിക്കേണ്ടിയിരുന്നത്, അല്ലെ? അത് നടന്നില്ല. പിന്നെ ദുര്യോധനന്
യുധിഷ്ഠിരമായിരുന്നു കളിക്കേണ്ടിരുന്നത്. അതും നടന്നില്ല. ഇങ്ങനെ അധർമ്മങ്ങൾ ഒന്നിന്റെ പിറകെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചെയ്തതോ ശകുനി. ശകുനിയുടെ ആണെങ്കിൽ ഒരു പകിടയുണ്ട്, ഡയസ്. അത് വെച്ചിട്ട് ചൂത് കളിക്കുന്ന, അതില് പകിട എന്ന് വെച്ചാൽ ഒരു മായാശക്തി, ഒരു മന്ത്രങ്ങൾ ചെയ്ത് ഉള്ള ഒരു പകിടയാണ്. അതിന്റെ ഡീറ്റെയിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരും. അത് ആ പകിട കൊണ്ട് കളിച്ചാൽ എന്തെന്ന് വെച്ചാൽ ഒരിക്കലും ആർക്കും ജയിക്കാൻ പറ്റില്ല. അത് ഒരു മായാശക്തി കൊണ്ടുള്ളൊക്കെയുള്ള പകിടയാണ്. അത് കളിക്കുമ്പോഴേക്കും ശകുനി എന്തോ നമ്പറാണ് വരാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒറ്റ നമ്പറേ അതിൽ വരുള്ളൂ, വേറെ ഒന്നും വരില്ല. അത് അങ്ങനെയുള്ള ഒരു കള്ളക്കളിയിൽ കളിക്കാൻ വേണ്ടിയാണ് ധൃതരാഷ്ട്രർ യുധിഷ്ഠിരനെ ക്ഷണിച്ചത്. അത് ഹരേ കൃഷ്ണ. അതും അധർമ്മം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ മോനെ? ആര്യന്ന് ഹരേ കൃഷ്ണ. മാതാജി, പറഞ്ഞു. ശകുനിയുടെ അച്ഛന്റെ എല്ല് വെച്ചല്ലായിരുന്നു ഉണ്ടാക്കിയേ? അതെ മോനെ, അതെ. ആ വാശി തീർക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അത് പാണ്ഡവരുടെ അടുത്തൊരു വാശി ഉണ്ടായിരുന്നത്. അത് ഇനി വരുമ്പോ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. അച്ഛന്റെ എല്ല് വെച്ച് ഉണ്ടാക്കിയതാണ് ആ പകിട. അതെ. അതെ. ഹരേ കൃഷ്ണ മോനെ. അങ്ങനെ അതെ. അങ്ങനെ അപ്പോഴൊക്കെ ആദ്യം കളിയിൽ ഒക്കെ യുധിഷ്ഠിരനെ ജയിക്കാൻ വേണ്ടി ചെറുത് ഫസ്റ്റ് കുറച്ചൊക്കെ ഇട്ടുകൊടുത്തു, ഒരു പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് അത് കഴിഞ്ഞ് റിയൽ ആയിട്ട് കള്ളക്കളിയിലൂടെ കൂടി യുധിഷ്ഠിരനെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ യുധിഷ്ഠിരനെ തോൽപ്പിച്ച് ഒന്നിന്റെ പിറകെ ഒന്നായി തോറ്റു വന്നു. എന്നിട്ട് അവസാനം എന്ത് പറ്റി? ദ്രൗപദി ദേവിയെ പണയം വെക്കേണ്ടി വന്നു. എന്നിട്ട് കളിച്ചു. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ഈ കൗരവ സഭയിൽ ഉള്ള ധൃതരാഷ്ട്ര സഭയിൽ ഇരുന്നത് ഭീഷ്മാചാര്യരുണ്ട്, ഭീഷ്മരുണ്ട്, ദ്രോണാചാര്യർ. അവരൊക്കെ ആചാര്യന്മാരല്ലേ, ഭീഷ്മരും ആചാര്യന്മാരെല്ലാരും. ഇവരൊന്നും ഒന്നും പറഞ്ഞില്ല, ഒന്നും സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നു. ഒന്നും മിണ്ടിയില്ല. അപ്പോഴ് ഇത്രയും അധർമ്മം നടത്തിയിട്ടും ദ്രൗപദി ദേവിയെ കൊണ്ടുവന്നിട്ടും ദ്രൗപദി ദേവിയെ പണയം വെച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ യുധിഷ്ഠിരൻ തിരിച്ചൊരു വാക്ക് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ യുധിഷ്ഠിരന്റെ പ്രതിജ്ഞ, എന്ത് സംഭവിച്ചാലും മുതിർന്നവർ ഒരു പറയുന്ന വാക്കിന് എതിർത്തൊന്നും പറയില്ല. അങ്ങനെ വന്നു. അത് കാരണം മറ്റു പാണ്ഡവരും എല്ലാരും ഒന്നും പറയാതിരുന്നു. അങ്ങനെ അത് അത്രയ്ക്ക് എന്താ പറയുന്ന ധർമ്മം. നമ്മള് ഇത്രയും ധർമ്മം അധർമ്മം എന്ന് പറയാൻ വീണ്ടും പറയുന്ന എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഗീത പഠിക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു കൊടുക്കും. അത് ഇപ്പൊ അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. പൊതുവെ ഇങ്ങനെ നമ്മൾ അറിയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അർജുനന് യുദ്ധം ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു യുദ്ധം ചെയ്യിപ്പിച്ചു. അത് അധർമ്മമല്ലേ? എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചു. അതെന്തിനാ കൃഷ്ണൻ അങ്ങനെ ചെയ്തത്? അത് അധർമ്മമല്ലേ? അർജുനൻ യുദ്ധം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ വരുന്നുണ്ട് അത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ മഹാഭാരതത്തിലെ ധർമ്മം എന്താണ്, അധർമ്മം എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയതും ഭഗവാൻ എന്തുകൊണ്ടാണ് പാണ്ഡവരുടെ കൂടെ നിന്നതും എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും അധർമ്മികളായ കൗരവരുടെ കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ അതാണ് വീണ്ടും ഇങ്ങനെ നമ്മൾ പറയുന്നത്. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? അറിയോ ചോദിക്കാം? എന്തായിരുന്നു ചോദിക്കണ്ടേ? മാതാജി, നിങ്ങളുടെ മഹാഭാരതം കണ്ടപ്പോഴേ അല്ല, പറ. കൃഷ്ണ മാതാജി, ദ്രോണാചാര്യ ഏകലവ്യന്റെ കൈ മേടിക്കുന്ന അതിനകത്ത് എന്ത് ധാർമ്മികത? അത് തെറ്റല്ലേ? ധർമ്മത്തിന്റെ അടുത്തല്ല, അത് എന്തുവാന്ന് ചോദിക്കും. അല്ല, അത് തെറ്റല്ലേ ചോദിക്കാം. ആ തെറ്റല്ലേ? നല്ല ധർമ്മത്തിന്റെ അടുത്താണ്. എന്തോ മോനെ ചോദ്യം ഉണ്ടോ? മാതാജി, ഹരേ കൃഷ്ണ. മാതാജി, ഈ ദ്രോണാചാര്യാണേല് കൊച്ചിലെ ഏകലവ്യന്റെ വിരല് മുറിച്ച് ചോദിക്കത്തില്ലേ? അത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആണോ? ഞാൻ രാജേഷ് പ്രഭുവിന്റെ അടുത്ത് ചോദിക്കാം. രാജേഷ് പ്രഭു. കൃഷ്ണ ഏകലവ്യന്റെ കാര്യല്ലേ? പ്രഭുജി. ഏകലവ്യന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിത് ഈ ഒരു കഥ കേട്ട് കഴിയുമ്പോൾ നമുക്ക് പൊതുവെ ദ്രോണാചാര്യ ചെയ്തത് ശരിയാണോ എന്നുള്ളൊരു
ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാവും. ഓക്കെ, പക്ഷെ നമ്മൾ അതിനേക്കാൾ അപ്പുറത്തായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു കഥ തുടങ്ങുന്നത്? ഏകലവ്യൻ ദ്രോണാചാര്യരുടെ അടുത്ത് വരുവാണ്. ഈ അസ്ത്രവിദ്യ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ദ്രോണാചാര്യരുടെ അടുത്ത് വരുവാണ്. അപ്പൊ ദ്രോണാചാര്യർ പറഞ്ഞു ആ അസ്ത്രവിദ്യ പഠിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് ദ്രോണാചാര്യ മോനൊന്ന് മ്യൂട്ട് ചെയ്യാവോ? എന്നിട്ട് നോക്കാം. എല്ലാവരും മ്യൂട്ട് ചെയ്യാമോ എന്നിട്ട്? കാരണം ചിലപ്പോൾ അങ്ങനെ അൺമ്യൂട്ട് ചെയ്യുമ്പം ഒരു ഇന്റർഫിയറൻസ് വരുന്നുണ്ട്. ഹരേ കൃഷ്ണ, ഇപ്പൊ കേൾക്കാവോ? അതാണ്. അപ്പൊ എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഒരാൾ സംസാരിക്കുമ്പോൾ അതാകുമ്പോ ആ ഇന്റർഫിയറൻസ് വരട്ടെ. അപ്പൊ ഏകലവ്യൻ ദ്രോണാചാര്യരുടെ അടുത്ത് വന്നിട്ട് ആ അസ്ത്രവിദ്യ പഠിക്കണം എന്ന് പറയുന്നു. അപ്പൊ ദ്രോണാചാര്യര് അത് പഠിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ദ്രോണാചാര്യർ അങ്ങനെ പറഞ്ഞത്? അപ്പൊ ആദ്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏകലവ്യൻ ഒരു ക്ഷത്രിയനല്ല. ഒരു ഏകലവ്യൻ എന്ന് പറയുന്നത് ഒരു താഴ്ന്ന കുലത്തിൽ ജനിച്ച ഒരാളാണ്. ചണ്ടാല കുലം എന്ന് പറയും. അതായത് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പല കുലങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ജനനത്തിന്റെ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, ഓരോരുത്തർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തികൾ അനുസരിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു താഴ്ന്ന കുലത്തിൽ ജനിച്ചതാണ് ഈ ഏകലവ്യൻ. അപ്പൊ അവർക്ക് ഒരിക്കലും ഈ അസ്ത്രവിദ്യ പഠിക്കേണ്ട കാര്യമില്ല. അസ്ത്രവിദ്യ എന്ന് പറയുന്നത് സാധാരണ ക്ഷത്രിയർക്കുള്ളതാണ്. പിന്നെ ചില ബ്രാഹ്മണർ അത് പഠിക്കാം. അപ്പൊ കൂടുതൽ ക്ഷത്രിയരാണ് ഈ അസ്ത്രവിദ്യ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല, ദ്രോണാചാര്യർ പറഞ്ഞിരുന്നു കുരുവംശത്തിലുള്ള അവരെ മാത്രമേ, ആ യോദ്ധാക്കളെ മാത്രമേ ഞാൻ ഈ അസ്ത്രവിദ്യ പഠിപ്പിക്കുകയുള്ളൂ. അപ്പം കൗരവരെയും പാണ്ഡവരെയാണ് പ്രധാനമായിട്ടും ദ്രോണാചാര്യ അസ്ത്രവിദ്യ പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെ പല റീസൺ ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം നമ്മൾ ക്ഷത്രിയനല്ലാത്ത ഒരാൾക്കാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ, ഇപ്പൊ ക്ഷത്രിയൻ എന്തുകൊണ്ടാണ് ഈ അസ്ത്രവിദ്യ പഠിക്കുന്നത്? അവര് മറ്റുള്ളവരെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യണം, മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എവിടെയൊക്കെ അധർമ്മം ഉണ്ടോ, അല്ലെങ്കിൽ സാധാരണ ബ്രാഹ്മണരെയും എല്ലാം മറ്റുള്ളവരെ എല്ലാം മറ്റുള്ള ഇപ്പൊ വൈശ്യർ, ശൂദ്രർ, അങ്ങനെയുള്ള പല വർണ്ണങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാൻ ഡീറ്റെയിൽഡ് ആയിട്ട്. ഇപ്പൊ ബാക്കിയുള്ളവരെ എല്ലാവരെയും, പ്രത്യേകിച്ച് ബ്രാഹ്മണരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ക്ഷത്രിയന്റെ ധർമ്മം. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു അസ്ത്രവിദ്യ പഠിക്കേണ്ടി വരുന്നത്. മറ്റുള്ളവരെ അവർക്ക് കൊല്ലേണ്ടി വരുന്നത് അതിനു വേണ്ടി. അപ്പൊ ഒരു ഗുരു ആ അസ്ത്രവിദ്യ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ ശിഷ്യർ അത് നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പൊ ക്ഷത്രിയരാകുമ്പോൾ അവരെ ക്ഷത്രിയ ധർമ്മം നിലനിർത്താൻ വേണ്ടിയാണ് അവർ അസ്ത്രവിദ്യ പഠിക്കുന്നത്. പക്ഷെ ക്ഷത്രിയരല്ലാത്ത വ്യക്തികൾക്കാണ് അത് പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ അവരത് വേറെ അവരെ ദുരുപയോഗം ചെയ്യും, മിസ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ദ്രോണാചാര്യർ ആ അസ്ത്രവിദ്യ പഠിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞത്. ഇനി ഏകലവ്യന്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ അങ്ങനെ ഗുരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കണമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഗുരുവിന്റെ വാക്ക് അല്ലെങ്കിൽ ഗുരുവിന്റെ നിർദ്ദേശം, ഗുരു പറഞ്ഞത് അതേപോലെ അനുസരിക്കണം എന്നുള്ളതാണ് ഒരു ശിഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത്. ശിഷ്യൻ അതാണ് ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ ഏകലവ്യൻ എന്താ ചെയ്തത്? അതിന് പകരമായിട്ട് അവിടെ ആ കാട്ടിൽ പോയി ദ്രോണാചാര്യരുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട്, കളിമണ്ണുകൊണ്ട് ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് ആ പ്രതിമയെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ആ അസ്ത്രവിദ്യ പഠിക്കുക. അപ്പൊ ഗുരുവിന്റെ വാക്കിനെ പാലിച്ചില്ല. ഇപ്പൊ ഗുരു ഒരു കാര്യം പറഞ്ഞാൽ ഓക്കെ, അത് ശരിയായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഏകലവ്യന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മെന്റാലിറ്റി, മനോഭാവം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉയർന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ അസ്ത്രവിദ്യ പ്രാഗൽഭ്യമുള്ളവനാവണം എന്നതായിരുന്നു ഏകലവ്യൻ വിചാരിച്ചത്. അർജുനനേക്കാൾ മികച്ച ഒരു അസ്ത്രവിദ്യയിൽ പ്രാഗൽഭ്യമുള്ള ഒരാളാവണം, അതിനേക്കാൾ കൂടുതൽ കഴിവുള്ളവനാകണം എന്നുള്ള ആ ഒരു വാശിയായിരുന്നു ഏകലവ്യന്. മനസ്സിലായില്ലേ? പക്ഷെ ദ്രോണാചാര്യർ പറഞ്ഞിട്ടുണ്ട് അർജുനനാണ് അർജുനനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ അസ്ത്രവിദ്യ അറിയുന്നത് അർജുനനാണ്. അങ്ങനെ ഒരു വാക്ക് ദ്രോണാചാര്യർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഏകലവ്യൻ അപ്പൊ ദ്രോണാചാര്യർ ചെയ്തത് എന്തുകൊണ്ട് ശരിയാകുന്നു? ഈ ഒരു റീസൺ കൊണ്ട്. കാരണം ഒരു ക്ഷത്രിയ കുലത്തിൽപ്പെട്ട ആളല്ല ഏകലവ്യൻ. ഓക്കെ, പിന്നെ കുരുവംശത്തിലുള്ളവരെ മാത്രം അസ്ത്രവിദ്യ പഠിപ്പിക്കും എന്നുള്ള ഒരു രീതിയിൽ പ്രതിജ്ഞയും ദ്രോണാചാര്യർ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇനി ഏകലവ്യന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഏകലവ്യൻ ഗുരുവിന്റെ വാക്ക് അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഗുരുവിന്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുമ്പിൽ അസ്ത്രവിദ്യ പ്രാക്ടീസ് ചെയ്യാണ് ചെയ്തത്, പരിശീലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും എന്താണ് ഉള്ളിൽ അങ്ങനെ ഒരു അഹങ്കാരം, അങ്ങനത്തെ ഒരു മനോഭാവമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിസയർ ആയിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു. ഏറ്റവും അർജുനനേക്കാൾ മികച്ച ഒരു അസ്ത്രവിദ്യ ഒരു ധനുർധാരി ആവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഏകലവ്യൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഗുരുദക്ഷിണ ചോദിക്കുമ്പോൾ അത് ഏകലവ്യൻ കൊടുത്തതും ശരിക്കും ഇങ്ങനെ ഗുരുദക്ഷിണായിട്ട് കൊടുക്കണമല്ലോ എന്നുള്ള ഗുരു എന്ത് ചോദിച്ചാലും കൊടുക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടിയാണ്. അതും ഉള്ളിൽ നല്ലൊരു ആറ്റിറ്റ്യൂഡ് കൂടിയല്ല ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ദ്രോണാചാര്യർ അങ്ങനെ ചെയ്തത് ഒരിക്കലും തെറ്റല്ല. കാരണം അതും നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാം ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മനസ്സിലായോ? കാരണം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ദ്രോണാചാര്യർ ചെയ്തത് ശരിയാണോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടാകും. ഓക്കെ, ഒരു ശിഷ്യനെ അങ്ങനെ, പക്ഷെ അത് യഥാർത്ഥ ശിഷ്യനല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദ്രോണാചാര്യർ കൊടുത്ത അത് ശരിക്കും യഥാർത്ഥ ശിഷ്യൻ ആരാണ്? ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കും. ഇപ്പൊ ഗുരു ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല, അത് അനുസരിക്കാൻ, ഗുരുവിന്റെ നിർദ്ദേശം അനുസരിക്കുക എന്നുള്ളതാണ് ഒരു ഉത്തമ ശിഷ്യന്റെ കർത്തവ്യം. അങ്ങനെയാണ് ഒരു ശിഷ്യനാവുന്നത്. ഏകലവ്യൻ അത് ചെയ്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. അതൊരിക്കലും തെറ്റല്ല, അതെല്ലാം ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഹരേ കൃഷ്ണ. പ്രഭുജി ക്ലിയർ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ? ഇപ്പം നമ്മൾ ഒരു ഗുരുവിന്റെ മഹാത്മ്യം കേട്ടല്ലോ. ഇത് വളരെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ശരിക്കും നമ്മൾ ഗുരു എന്ന് പറയുന്നത് നമ്മൾ പറയും ഗുരു പരമ്പരയിലൂടെ കേൾക്കണം, ഗുരുവിലൂടെ കേൾക്കണം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഗുരു എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഭഗവാന്റെ വചനങ്ങൾ ഈ ഗുരു പരമ്പരയിലൂടെ വന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നതാണ് ശരിക്കും, അല്ലെ? നമ്മൾ ഗുരുവിലൂടെ കേൾക്കുമ്പോൾ ഭഗവാന് നമുക്ക് നേരിട്ട് വന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷെ ആ ഗുരുവിന്റെ മനസ്സിൽ വരുന്നത് ഭഗവാന്റെ വാക്കുകളാണത്. അപ്പൊ നമ്മുടെ അടുത്ത് ഗുരു എന്തെങ്കിലും ഉപദേശിക്കുക, അല്ലെങ്കിൽ ഗുരു പറയുക അത് ചെയ്യണം ഇത് ചെയ്യണം, വളരെ വളരെ ദേഷ്യഭാവത്തിലും സ്നേഹഭാവത്തിലും എല്ലാം ഗുരുവിന് പറയാനുള്ള അവകാശമുണ്ട്. ഭഗവാന്റെ മക്കളെ പോലെ തന്നെ ഗുരുവിന്റെ ശിഷ്യരെല്ലാം ഗുരുവിന്റെ മക്കൾ തന്നെയാണ്. ആരും വലിയവരും ഇല്ല ചെറിയവരും ഇല്ല, ഗുരുവിന് എല്ലാവരും സ്വന്തം കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ ഗുരു ആരാണോ അദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മൾ അതുപോലെ കേട്ട് ഭഗവാന്റെ മാർഗത്തിലോട്ട് മുന്നോട്ട് പോകണം. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പഠിച്ചല്ലോ, ഭഗവത്ഗീതയുടെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ഒരു കാര്യം മെയിൻ ആയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് പറയാമോ ആർക്കെങ്കിലും? ഭഗവത്ഗീതയുടെ മെയിൻ ആപ്ലിക്കേഷൻ എന്താണ്? കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും പറയൂ. മൈൻഡ് കൺട്രോൾ. വെരി ഗുഡ്. അതെ, ഭഗവത്ഗീതയുടെ ഭഗവാൻ പറയുന്നത് ആദ്യം തൊട്ട് അവസാനം വരെയും പറയുന്നുണ്ട് മൈൻഡ് കൺട്രോൾ, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് എങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നുള്ളത്. അത് സ്കൂൾ കുട്ടികളിലും കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ, കൊച്ചുകുട്ടികളും വലിയ കുട്ടികളും കോളേജ് സ്റ്റുഡൻസും പ്രൊഫഷണൽസും എല്ലാം, ഈവൻ ഫാമിലി ലൈഫിലും എല്ലാം നമ്മുടെ മനസ്സ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും മനസ്സ് കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും ശരിയും തെറ്റും തിരിച്ചറിയാനും എവിടെയാണ് തെറ്റ് പറ്റുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റുന്നത്. ഇപ്പം നമ്മൾ കോളേജിലും സ്കൂൾസിലും ഒക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോവും, അപ്പോഴും ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകൂടും. അപ്പോൾ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ പാത്തും റൈറ്റ് വേയിലായിരിക്കും പോകുന്നത്, അല്ലേ? അതേസമയം റോങ് വേയിൽ പോകുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മളും ആ വഴിയിലോട്ട് പോകും. പക്ഷെ നമുക്ക് മനസ്സ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകും. അപ്പം നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്ത് നമ്മൾ ഒരിക്കലും ആ തെറ്റിലേക്ക് പോവില്ല. നമ്മൾ ശരിയായ മാർഗത്തിലോട്ട് പോകും. ശരിയായ മാർഗത്തിൽ പോകുമ്പോഴേക്കും നമുക്ക് ശരിയായ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ശരിയായ ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യവും എല്ലാം ശരിയായ ഡയറക്ഷനിലായിരിക്കും. ശരിയായ മൈൻഡും മനസ്സും ഡിസിഷൻസും എല്ലാം ആകുമ്പോഴായിരിക്കും നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുമ്പോഴായിരിക്കും അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ്. അത് നമ്മൾ മെറ്റീരിയൽ ലൈഫിലായാലും ഭൗതിക ലൈഫിലായാലും ആത്മീയ ലൈഫിലായാലും
നമ്മുടെ മനസ്സ് കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭഗവത്ഗീത ത്രൂ ഔട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് മൈൻഡ് കൺട്രോളാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചു. ഇനിയുള്ള ക്ലാസ്സുകളിലും അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം.